ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മോഡലിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു മണി പേഴ്സ് തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയുടെ ഒരു സൈഡിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം എടുക്കുന്നത് 10 ഇഞ്ചാണ്, വീതി എടുക്കുന്നത് 6.5 ഇഞ്ച് വിടുത്താണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. നമ്മളിതിനു വേണ്ടി ഒരു സിബ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സിബിൻ്റെ ഈ റണ്ണർ നമ്മൾ ആദ്യം ഒന്ന് അയച്ചെടുക്കുകയാണ്. കണ്ടോ, ഈ റണ്ണർ നമ്മൾ അയച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ തിരിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. സൈഡിൽ ഇതുപോലെ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. കേട്ടോ, ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിന് കറക്റ്റായിട്ട് നമ്മുടെ രണ്ടാമത്തെ സൈഡിലും ആദ്യത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെയും നമ്മളിത് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് ഇതുപോലെ നമ്മൾ 4 കോർണറിൽ നിന്നും 4 ഭാഗത്തു നിന്നും കണ്ടോ, ഇവിടെ നിന്ന് 2 ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് വീതം, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും 2 ഇഞ്ച് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്നും 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് വിടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തുണിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നു. കേട്ടോ, 1 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് ഇറക്കി ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കേട്ടോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നാട തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 8 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8 ഇഞ്ച്. ഇനി നമ്മൾ ഈ ഒരു നാടയെ ഇവിടെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണം. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഇതുപോലെ താഴോട്ടുള്ള ഭാഗത്തേക്ക് ഈ ഒരു നാടയെ ഇതുപോലെ വെക്കുക. ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ഈ ഒരു മാർക്കിലും കറക്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തത്. ഇനി ഇതിനെ ഇതുപോലെ മറിച്ചുകൊണ്ട് ആ ഒരു തുന്നത്തുണിയെ ഉള്ളിലുള്ള ആ ഒരു തുന്നത്തുണിയെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗം തുന്നത്തുണിയുടെ സൈഡ് ഭാഗം നമുക്ക് പുറത്ത് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും. കേട്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിതിൻ്റെ റണ്ണർ ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അയച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ റണ്ണറിനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. കണ്ടോ, നമ്മളിത് സിബ് നമ്മൾ ഈ റണ്ണർ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സിബിന് 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് റണ്ണർ വീണ്ടും പുറത്തേക്ക് ഇളകിപ്പോകാതെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടുകയാണ്. കണ്ടോ, ഇതുപോലെ മറിച്ചിടുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കണ്ടോ, ഈ ഒരു സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി ഇതുപോലെ പിടിക്കുക. കണ്ടോ, സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി പിടിച്ച് 2 സൈഡിലും നമ്മൾ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി നമ്മുടെ ആ ഒരു സെൻറ്ററിലുള്ള മാർക്കിങ്ങിൽ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉൾഭാഗത്തുള്ള പീസിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗവും നമുക്ക് പിൻ ചെയ്ത് വെക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് കറക്റ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് കണ്ടോ ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിവിടെയും നമുക്ക് പിൻ ചെയ്ത് വെക്കാം. കണ്ടോ, ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി അതേ അളവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്കും കറക്റ്റ് ഇതുപോലെ പിടിക്കുന്നു. ആ ഒരു മാർക്കിങ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 4 ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒരേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പിന്നൊക്കെ നമുക്കൊന്ന് അയച്ചെടുക്കാം. ഹലോ, ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു.
കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുക. കണ്ടോ ഈ ഒരു ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കണ്ടോ ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് ഇളകി പോകാതിരിക്കാൻ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമുക്കതുപോലെ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കി കണ്ടോ ആ ഒരു തുണിയിൽ നമ്മുടെ സൈഡ് ഭാഗം വരുന്ന അതിനൊന്ന് കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഇതുപോലെ നമുക്കൊന്ന് നല്ലവണ്ണം ഇതിൻ്റെ ഉള്ളിലുള്ള സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ മറിച്ചിടാം. കണ്ടോ നമുക്ക് നല്ലൊരു മണി പേഴ്സ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ കളറിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലൊരു മണി പേഴ്സ് നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ നിങ്ങൾ കൂടുതൽ വലിപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് ആവശ്യമനുസരിച്ചുള്ള വലിപ്പത്തിനനുസരിച്ചാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ നല്ല അടിപൊളി മോഡലിലാണ് തയ്ച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.